ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ആരാധനയുടെ അനുഗ്രഹ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുന്ന സമയമാണ്. മുട്ടുകുത്താവുന്നവരോ മുട്ടുകുത്തുക, എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനാപൂർവ്വം ഈശോയെ നമ്മുടെ ഇടയിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവത്തെ പരസ്യമായിട്ട് ആരാധിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യാം. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ആരാധന 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 ആരാധന. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, സൗഖ്യമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, സൗഖ്യമേ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരുന്ന് അവിടുത്തെ ആശ്വാസം അനുഭവിക്കുന്ന, അവിടുത്തെ ശക്തി അനുഭവിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശാന്തമാക്കാം. ഈശോയുടെ മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. സങ്കീർത്തനം 46:10 പറഞ്ഞിട്ടുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മുടെ ദൈവം സർവശക്തനാണ്, പക്ഷെ ദൈവത്തെ നമ്മൾ അറിയണം. നമ്മുടെ ദൈവം സ്നേഹമാണ്, ആ ദൈവത്തെ നമ്മൾ അറിയണം. അപ്പോൾ ഈ ശക്തിയും സ്നേഹവുമെല്ലാം നമുക്ക് ലഭിക്കും. ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഈ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസ്നേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മുമ്പിൽ അടിയറ വയ്ക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുന്ന സമയം, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്ന സമയം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ആരാധനയുടെ സമയത്ത് സംഭവിക്കുവാൻ ഇടവരുത്തണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് പ്രത്യേകം ചിന്തിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1378 ദൈവാരാധനയെക്കുറിച്ച് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്.
കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1378. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്ന രണ്ടിടങ്ങളാണ്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടത്തുന്ന സമയം, വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ സമയം. ഈ രണ്ട് സമയത്തും ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യം, ലിവിങ് പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം, ആ സാന്നിധ്യത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് വളരെ വേണ്ടപ്പെട്ട, നമ്മൾ ഒരുപാട് ആദരിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന്. അതിനേക്കാൾ ആദരവോടെ സ്നേഹത്തോടെ വേണം ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യത്തെ നമ്മൾ നോക്കാൻ, ദിവ്യകാരുണ്യനാഥനെ നമ്മൾ ആരാധിക്കാൻ. നമ്മുടെ ജീവിതാവസ്ഥകളും നമ്മുടെ എല്ലാ കഴിവുകളും ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രഭാഷകൻ 43:30 പറഞ്ഞിട്ടുണ്ട്, എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുക, തളർന്നു പോകരുത്. എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തില്ല. അപ്പം അതുകൊണ്ട് തളരാതെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. മുഴുശക്തിയോടെ, മുഴുഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ ഇന്നും കാണും. നമുക്ക് ആ ബോധ്യത്തോടെ നമ്മളിപ്പോൾ ഒരു ഗാനം ആലപിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയമാണ്. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. സന്നിധിയിലൽപ്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധിയിലൽപ്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളിത്ര മോഹനം. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളിത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. എല്ലാവരും ഏകസ്വരത്തിൽ പാടട്ടെ. ആരാധന ആരാധന ആത്മാവിലാരാധന. ഹല്ലേലൂയ
ഹാലേലുയാ ഹാലേലു ഹാലേലുയാ 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 ഹാലേലു ഹാലേലുയാ. സ്വരമുയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സർവശക്തനായ ദൈവമാണ്, സുഖപ്പെടുത്തുന്ന കർത്താവാണ്, അഭിഷേകം ചെയ്യുന്ന അഭിഷിക്തനാണ്. കർത്താവെ, അഭിഷേകം ആഗ്രഹിച്ച് ഞങ്ങളും അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം വർഷിക്കണമേ, കൃപകൾ വർഷിക്കണമേ, സൗഖ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ, സന്തോഷം ഞങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏതാനും നിമിഷങ്ങൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ കണ്ണുകൾ അടച്ച് വിശ്വാസത്തിൽ കർത്താവിൻ്റെ മുഖം കണ്ട് പ്രാർത്ഥിക്കേണ്ടവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ്. ദൈവത്തിൻ്റെ അതിശക്തമായ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മൾ. ഈശോയോട് സംസാരിക്കാം, ഈശോയെ കാണാം, ഈശോയെ കേൾക്കാം, അനുഗ്രഹീതരാകാം. അല്പസമയം നിശബ്ദതയിൽ ഈശോയോട് ഒട്ടിയിരിക്കുക. ദൈവവചനം ദൈവത്തിൻ്റെ സ്വരമാണ്. ആ സ്വരം നമ്മൾ കേൾക്കുകയാണ്. ദൈവത്തിന് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് സംസാരിക്കാൻ പറ്റും. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാറണം. ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായൊരു സാന്നിധ്യമാണ് ദിവ്യകാരുണ്യത്തിൽ നമുക്കുള്ളത്. പല രീതിയിൽ കർത്താവ് തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നുണ്ട്. ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഗലീലയിലൂടെ, സമറിയായിലൂടെ, ജെറൂസലേമിലൂടെയൊക്കെ സഞ്ചരിച്ച സമയം. കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ്. കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഈ ഫിസിക്കൽ പ്രസൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തമാകുന്നത് സാക്രമെൻ്റൽ പ്രസൻസാണ്. കൂദാശയിലൂടെ കർത്താവ് തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. സാക്രമെൻ്റൽ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അതിശക്തമായൊരു സാന്നിധ്യമാണ് നമുക്കിവിടെ ഉള്ളത്. ആ തിരിച്ചറിവോടെ ഹൃദയവികാരങ്ങൾ, വിചാരങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ ഇതൊക്കെ ഒന്ന് ആരാധനയിൽ ഇറക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് സൗഖ്യവും സമാധാനവും കിട്ടും. ഒരുപാട് വിമോചനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരുപാട് സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈശോയോട് ചേർന്നിരുന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം, ഈശോയെ സ്നേഹിക്കാം, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം, ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. കർത്താവേ, എന്നെയും എനിക്കുള്ളതെല്ലാം നിൻ്റെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവിടുന്ന് എന്നെ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റൊരു സാന്നിധ്യമാണ് വചനത്തിലൂടെ ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:1 നമ്മൾ വായിക്കുന്നുണ്ട്, വചനം ദൈവമാണ്, വചനം ദൈവം തന്നെയാണ്. വെളിപാട് പുസ്തകം 19:13 നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ അപരനാമമാണ് ദൈവവചനം. വചനം ദൈവമാണ്. വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് ശക്തമായ സാന്നിധ്യമാണ്.
വചനം മാംസമായി ലോകത്ത് അവതരിച്ച യേശു സ്ഥാപിച്ച കൂദാശയുടെ മുമ്പിലാണ് നമ്മൾ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കൃപയും അവിടുത്തെ കരുണയും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തുന്ന മറ്റൊരു മാർഗമാണ് കൂട്ടായ്മ. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 വചനങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈ രീതികളിലെല്ലാം ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി. ആ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ കർത്താവിനെ കണ്ടുമുട്ടിയാണോ നമ്മൾ പോകാറുള്ളത്, അതോ വെറുതെ കുർബാന കണ്ടു പോവുകയാണോ? പ്രാർത്ഥിക്കാനിരുന്നാൽ ദൈവത്തെ കണ്ടുമുട്ടി ദൈവസ്നേഹം അനുഭവിച്ചാണോ നമ്മൾ പോകാറുള്ളത്, അതോ ഒരു ചടങ്ങ് നിറവേറ്റിയാണോ? നമുക്ക് അനുദപിക്കാം. ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. ഹെബ്രായ ലേഖനം 12:14 പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. വിശുദ്ധി നഷ്ടപ്പെട്ടെങ്കിൽ നമുക്കിനി വേണ്ടത് വിശുദ്ധീകരണമാണ്. കഥാവധി ചെയ്യും, വചനത്തിലൂടെയും തൻ്റെ തിരുരക്തത്തിലൂടെയുമെല്ലാം നമ്മളെ വിശുദ്ധീകരിക്കും. ഇവിടെ ശിരസ് മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കും. അതിന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മളിപ്പോൾ ഒരു ഗാനത്തിലൂടെ അനുതാപം ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ കഴുകി വെടിപ്പാക്കട്ടെ. ഞാൻ പാപം ചെയ്തകന്നീടുമ്പോ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പാപം ചെയ്തകന്നീടുമ്പോ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിയിടുമ്പോ ദൈവത്തിൻ കരളലിയും. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവിന് മുമ്പിൽ നമ്മളിരുന്ന് നമ്മുടെ ഹൃദയവികാരങ്ങൾ ദൈവവുമായിട്ട് പങ്കിടുകയാണ്. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, തെറ്റേറ്റു പറഞ്ഞ് അനുദപിക്കാം. നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കാനുണ്ടാവാം, അതെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. പ്രാർത്ഥിക്കാം. ആരെയെല്ലാം ഈശോ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നോ അവർക്കെല്ലാം വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, അവരുടെ മേലും ഞങ്ങളുടെ മേലും അവിടുത്തെ കൃപയും അനുഗ്രഹവും അവിടുത്തെ കരുണയും അവിടുത്തെ സ്നേഹവും വർഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുവാൻ തീരുമാനമെടുക്കുക. വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ തീരുമാനമെടുക്കുക. ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ തീരുമാനം അവിടുന്ന് ഏറ്റെടുക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ കൃപ വർഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിന്നിലും എന്നിലും വസിക്കുന്നവനാണ് യേശു ക്രിസ്തു. അത് നമ്മൾ കൊളോസസ് 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനത്തിൽ കാണുന്നുണ്ട്. നാം ഓരോരുത്തരിലും വസിക്കുന്നവനാണ് യേശു ക്രിസ്തു. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവനോടൊത്ത് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും.
എന്നാൽ പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോയിട്ടുണ്ടാവാം. മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ലോകം മുഴുവനെയും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. എഫേസസ് 6:18 മുതൽ വായിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുവാനുള്ള കടമ നമുക്കുണ്ടെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തീമോത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാലും എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഉപകാര സ്മരണകൾ നമ്മൾ അർപ്പിക്കണം. ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ലോകം വലിയ വേദനയിലൂടെ, നൊമ്പരത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. നമ്മളും ആ നൊമ്പരം അനുഭവിക്കുന്നവരാണ്. മഹാമാരി, മാറാരോഗം, അതുപോലെ തന്നെ വലിയ സാമ്പത്തിക കെടുതി, മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥ, ഒരുപാട് ലജ്ജ, നൊമ്പരം, നഷ്ടങ്ങൾ, ഇതിൻ്റെ എല്ലാം കണക്കുമായിട്ട് നടക്കുന്ന വ്യക്തികൾ, നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായത് നൽകുവാൻ തിരുവുള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ഇപ്പോൾ ചേർത്ത് വയ്ക്കാം. കാരുണ്യവനായ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ ദാസരെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുമ്പിലിരുന്ന് ധ്യാനിച്ച, പ്രാർത്ഥിച്ച ഈ മക്കളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലതുകരം, ആശീർവദിക്കുന്ന വലതുകരം ഇവരുടെ മേൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് സൗഖ്യം നൽകണമേ, മനസ്സിനെ ബലപ്പെടുത്തണമേ, ആത്മാവിൽ പുതുജീവൻ നൽകണമേ. നേർവഴിയിൽ ജീവിക്കുവാൻ വേണ്ട വിവേകവും വിജ്ഞാനവും ഈ മക്കൾക്ക് നൽകണമേ. ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ വിധത്തിലും ഇവരുടെ ജീവിതവും കുടുംബാംഗങ്ങളുടെ ജീവിതവും ധന്യമാകുവാൻ അങ്ങ് ഇടവരുത്തണമേ. അതിനായി കർത്താവെ, അങ്ങ് തന്നെ കരമുയർത്തി ഇവരെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും കർത്താവ് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ ശ്രവിച്ചും അവിടുത്തെ അനുഗ്രഹം സ്വീകരിച്ചും കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചും ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രതിഷ്ഠിച്ച് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.